അല്ല സലീമക്ക, എന്താ ഇവിടെ ഇത്ര നേരത്തെ വന്നിരിക്കണത്? എന്താ പറ്റി? ഒന്നും പറയണ്ടല്ലേ പക്ഷേ ഇന്ന് ആകെ അൽക്കുലത്ത് പിടിച്ച ദിവസമായിരുന്നു. കാരണം ഇന്ന് ഉച്ചവരെ പണിക്കും പോയിട്ടുള്ളോ. എന്ത് അതെന്താ സംഭവം എന്ന് വെച്ചാലേ, നമ്മളെ എനിക്ക് അറിഞ്ഞൂടെ, നമ്മളെ ആ അഹമ്മദ്ക്കാടെ വീട് അറിയില്ലേ? ആ അഹമ്മദ്ക്കാടെ വീട് വരെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അയാൾ ഇങ്ങോട്ട് വിളിയോണ്ട് വിളി. ഞാൻ അച്ഛങ്ങ പെട്ടെന്ന് പണി നിർത്തി. ഞാൻ ഉച്ചവരെ പണിക്കും പോയുള്ളോ. കാരണം അയാൾ ഒരൊറ്റ വിളി, ഒന്ന് സലീമൊന്നും ഇങ്ങോട്ട് പെട്ടെന്നൊന്ന് വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിട്ട് എന്താണ് ഇപ്പം ഈ സംഭവം. അങ്ങനെ പണിയും പെട്ടെന്ന് നിർത്തിയിട്ട് ഞാൻ അയാളെ എടുത്ത് പോയി. അവിടെ ചേർന്ന് നോക്കുമ്പോഴല്ല പൊന്നു രമേശേ, ഒന്നും പറയണ്ട. സംഗതി ഇപ്പം അത് അത്ര വലിയതൊന്നുമല്ല, എന്നാലും വലിയ സംഭവം തന്നെയെന്ന് പറയാ. കാരണം എന്ന് വെച്ചാല് നമ്മളെ അഹമ്മദ് കാക്ക 2 മക്കളാണ്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അതില് പെൺകുട്ടിയുടെ കല്യാണം ആദ്യം അത് കഴിച്ചു കൊടുത്ത് നല്ലൊരു കുടുംബത്തിലേക്ക് കഴിച്ചു കൊടുത്ത്. ഈ ചെക്കനാണ് വെച്ചെങ്കിലാ നല്ല പഠിപ്പുള്ള ചെക്കനാ. തൃശ്ശൂര് നല്ലൊരു കോളേജിലൊക്കെ നല്ല പഠിപ്പുള്ള ഒരു ചെക്കനാണ്. പഠിപ്പ് എല്ലാം കുറെ പഠിച്ചിട്ടുണ്ട് എല്ലാം. പിന്നെ അവൻ പുറത്ത് രാജ്യത്തേക്കൊക്കെ പോവാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. പക്ഷെ വീട്ടില് ഈ ഒരൊറ്റ നിർബന്ധം, കല്യാണപ്രായം എത്തി. പിന്നെ വീട്ടിൽ നിന്ന് ഭയങ്കര സ്ട്രഗ്ലിങ് ആയി തുടങ്ങി. കല്യാണം കഴിക്കാൻ എന്നുള്ള. അതിപ്പോ എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവം തന്നെയാണ്. അങ്ങനെ എന്തിനു പറയണം, ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം, ഇപ്പൊ എന്ത് വേഗം പറയും, ഇതിപ്പോ കാര്യം പറയും. പറയുമ്പോ മൂപ്പര് ഇങ്ങനെ കഥ പറയാൻ നിൽക്കുക. അപ്പൊ ഞാനാച്ചെങ്കില ഈ നേരമില്ലാത്ത നേരത്താണ് ഞാൻ പണിയത്തെ പണിയും കളഞ്ഞിട്ടാണ് ഞാൻ പോയത്. കാച്ചൊക്കെ ചെന്നിട്ട് 100 പണിയുണ്ട്. അങ്ങനെ മൂപ്പരപ്പൊ സംഗതി പെട്ടെന്ന് പറയണ, അല്ല സലീമ അറിയണ, അവന് ഞാൻ കല്യാണത്തിന്റെ കാര്യം കുറെ നിർബന്ധിച്ചിട്ടുണ്ട്. സംഗതി ഞാനിന് നമ്മളിപ്പോ ഏത് മക്കളായി കഴിഞ്ഞാലും അതിന്റെ പ്രായത്തിൽ കഴിഞ്ഞാലും പിന്നെ നമ്മള് നിർബന്ധിക്കില്ലേ. എന്തിനാ പറയണത്, ചുരുക്കം പറയാ, എന്റെയും എന്റെ പെണ്ണിന്റെ ഒക്കെ നിർബന്ധപ്രകാരം കല്യാണത്തിന് അവൻ സമ്മതിച്ചു. കല്യാണത്തിന് സമ്മതിച്ച് നല്ലൊരു പെൺകുട്ടി, നല്ല ഒരു പഠിപ്പുള്ള ഒരു പെൺകുട്ടി, നല്ല പഠിപ്പുള്ള ഒരു കുട്ടി തന്നെ. അത് ഇപ്പോഴത്തെ കാലല്ലേ, പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ. പണ്ട് പെൺകുട്ടികള് പഠിക്കാത്ത കാലങ്ങളല്ല ഇന്നിപ്പോ. ഇന്ന് പറഞ്ഞാല് ആൺകുട്ടികളെക്കാട്ടും കൂടുതൽ പഠിക്കുന്നതാണ് പെൺകുട്ടികള്. പക്ഷെ ധാരണ മാറാത്ത കുടുംബങ്ങൾ കുറെ ഉണ്ട് ഇപ്പോഴും. പണ്ടത്തെ അതേ സ്റ്റൈലിനിരിക്കണേ. അവിടെയാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേശ, എനിക്കറിയോ, ഈ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. സംഗതി പെൺകുട്ടി അതിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. സംഗതി പെൺകുട്ടി അതിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ഞാൻ ചോദിച്ചു, അല്ല അഹമ്മദ്, എല്ലാം നല്ലൊരു കുടുംബത്തിൽ നല്ല കുട്ടിയല്ലേ, എന്താ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവാനുള്ള സംഭവം എന്താണ്, എന്താ ഞാൻ കാര്യം ചോദിച്ചറിഞ്ഞു. അങ്ങനല്ല, പിന്നെ മൂപ്പര് പിന്നെ ഒന്നും പറയണ്ട, ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞ സങ്കടം. അപ്പൊ ഞാൻ പറഞ്ഞു, സങ്കടപ്പെട്ടൊന്നും കാര്യമില്ല, എന്താ വെച്ചാൽ കാര്യം പറയും, നമുക്ക് പരിഹരിക്കാൻ പറ്റണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല സലീമേ, ഇതിഞ്ഞിപ്പോ പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ചോദിച്ച എന്താണ് സംഭവം പറയും. അപ്പോഴാണ് ഈ കാര്യം പറയണത്. സംഗതി വേറൊന്നുമില്ല, ഈ പെൺകുട്ടിയില്ലേ നല്ല പഠിച്ച പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി പറയണത് എന്താ, അതേ ഇന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുള്ളതേ ഞാൻ നിങ്ങളെ അടുക്കള പണി ചെയ്യാൻ വേണ്ടിട്ടല്ല. ഞാൻ എന്റെ ഉപ്പയമ്മയും ഇന്നെ എത്ര മാത്രം പഠിപ്പിച്ചുണ്ടാക്കിയുള്ളതേ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് അടുക്കള പണി ചെയ്യാൻ വേണ്ടിട്ടല്ല. അല്ല നിനക്കറിയോ, ഇന്ന് എന്റെ മോന്റെ പെണ്ണ് നയിച്ചു കൊടുത്തിട്ട് വേണ എന്റെ കുടുംബം നടത്താന്. അനക്ക് അറിഞ്ഞൂടെ, ഇപ്പൊ ഞങ്ങളെ തറവാട്ടുമായ്മൊക്കെ അനക്ക് അറിഞ്ഞൂടെ. അല്ല അവള് നയിച്ചു കൊടുത്തിട്ട് വേണ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അയാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത്, അല്ല നമുക്ക് ഇത് പണ്ടത്തെ കാലല്ല, നമ്മള് പണ്ട് ചിന്തിച്ചായിരുന്ന പണ്ട് കാലത്തൊക്കെ ഉണ്ട്. കുട്ടികളങ്ങോട്ട് കല്യാണം കഴിച്ചോണ്ട് വരിക, എന്നിട്ട് വീട്ടിൽ അടുക്കള പണിയോട് ചെയ്യിപ്പിക്കുക, അവരെ അടുക്കളയിൽ തഴച്ചിടുക. ഇന്ന് നമ്മളാ പെൺകുട്ടികളെ കിട്ടില്ല. ഞാനൊക്കെ നോക്കിയ നമ്മൾ ആ ഒരു കോർട്ട്, മറ്റേ ഈ കുടുംബ കോടതിയിൽ കൊന്നുകൊണ്ട് പോയി നോക്കി, എത്രങ്ങാനും ഡൈവോഴ്സുകളുണ്ട്. ഈ പൂർണ്ണമായിട്ടും 90% ഡൈവോഴ്സ് കേസുകൾ ഈ ഒരു പ്രശ്നങ്ങൾ വെച്ചിട്ടാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരാത്ത ഈ ഒരു പ്രശ്നങ്ങൾ.
കാരണം സംഗതി അഹമ്മദ് കാക്ക് ഭൂസ്വത്തുണ്ട്, എല്ലാതും ഉണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പെൺകുട്ടികൾ പഠിച്ചിട്ടുള്ളത് വീട്ടില് അവരവിടെ വീടിന്റെ ഉള്ളിൽ ഒതുങ്ങി ഒരു റൂമിന്റെ ഉള്ളില് ഒതുങ്ങിയിരിക്കാനല്ല. ഇന്ന് കാലം വളർന്ന് ഇന്ന് എന്തല്ല ഇന്നത്തെ യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം അറിയണ യുഗാണ്. പണ്ട് കാലത്തൊന്നും അറിയാത്ത പോലല്ല. അപ്പൊ പെൺകുട്ടികൾ ഇവിടെ സാധാരണ എന്താ വെച്ചാല് പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അവരുടെ ഉദ്ദേശം എന്താണ് പഠിക്കുന്നത്. ഞാൻ അഹമ്മദ് കാട് കുറെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ അയാള് ഒരു പൊടിക്ക് സമ്മതിക്കണില്ല. ഞാൻ പറഞ്ഞു അഹമ്മദ് ഖാൻ ഒന്ന് ചിന്തിക്കേ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒരു കോംപ്രമൈസിലേക്ക് എത്താം. പക്ഷെ അയാള് സമ്മതിക്കുന്നില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യല്ലേ. പക്ഷെ എനിക്കിപ്പോ ഇവിടെ പറയാനുള്ള കാര്യം എന്താ വെച്ചാ, ഞാൻ സത്യം പറയണേ, ഞാനിപ്പോ നിങ്ങളോടൊക്കെ എല്ലാരോടും കൂടെ. പക്ഷെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, പറഞ്ഞാലിത് വെറുതെ കേൾക്കരുത്. ഇങ്ങനെ കേട്ട് കഴിഞ്ഞ് വെറുതെ കയ്യും പോക്കരുത്. എന്താന്നേ നിങ്ങൾക്കിപ്പോ ഒന്ന് ഫോളോ ചെയ്യണ്ട, ഇപ്പൊ എന്താ കുഴപ്പം? ഒന്ന് ഫോളോ ചെയ്യും, ഒരു കമന്റ് വിട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുണ്ടാവും എന്താണ് ഇപ്പോഴത്തെ ഒരു നിലവാരം. ഇപ്പോഴത്തെ നമ്മൾ പഠിച്ച കുട്ടികളെ, നമ്മൾ കുട്ടികളെ പണിക്ക് പറഞ്ഞേക്കണം. ഇത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു കോപ്പറേറ്റീവ് ആയിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കല്യാണം കഴിച്ചത് അവർ രണ്ടാളും സുഖമായിട്ട് പണിക്ക് പോയിട്ട് നല്ല രീതിയിൽ ജീവിക്കട്ടെന്നേ. നമുക്ക് വീട്ടിലത്തെ പണിക്കല്ലേ, രണ്ടാളും പഠിക്കുമ്പോൾ ഞാൻ മുന്നൊരു വീഡിയോയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാളും പണിക്ക് പോകുമ്പോഴില്ലേ ഒരു കാര്യം ചെയ്യാ, പണി കഴിഞ്ഞിട്ട് രണ്ടാളും വന്നു കഴിഞ്ഞാൽ രണ്ടാൾക്കും വീട്ടിലത്തെ പണികളും ചെയ്യാ, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്തായി, ഹാപ്പിയായി. ആ പെൺകുട്ടിക്ക് അച്ഛനും ഹാപ്പിയായി. അപ്പൊ എനിക്കിവിടെ പറയാനുള്ള വിഷയം എന്താ വെച്ചാൽ, സത്യത്തിൽ ഒരു ഒറ്റ പോയിന്റാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പണ്ടത്തെ കാലല്ല ഇന്ന്. ആയതുകൊണ്ട് നമ്മളെ മക്കള് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഇന്ന് അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഒരാളും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇന്ന് ഫുൾ സെക്യൂർഡാണ്. എവിടെ പോവാനും ഏത് പാതിരാത്രിക്കായാലും ആണായാലും പെണ്ണായാലും ഇറങ്ങി നടക്കാനും ഒന്നിനും ഒരു പ്രശ്നമുള്ള കാലമില്ല. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് തന്നെ അത് എത്തിപ്പെടാനുള്ള മാർഗങ്ങൾ ഇന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. ആയതുകൊണ്ട് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരെ ഇഷ്ടത്തിന് അവർ ജോലിക്ക് പോട്ടെ. നമ്മൾ വലിയേട്ടൻ ചമയണ്ട. നമ്മൾ വലിയേട്ടൻ ചമയ ഒരു പരിധി വരെയൊക്കെ വലിയേട്ടൻ ചമയാ. അത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ അവർ കല്യാണപ്രായമൊക്കെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കാണ്ട് വിട്ടുകൊടുക്കുക. പിന്നെ അവര് ജീവിക്കട്ടെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ ജോലിക്ക് പോകാൻ താല്പര്യമുള്ളവരാണ് വെച്ചെങ്കിൽ ജോലിക്ക് പോട്ടെ. ഇപ്പൊ വലിയ പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ ഡോക്ടർമാര്, നഴ്സുമാര്, അതേപോലെ തന്നെ ടീച്ചർമാര്, ഇവരൊക്കെ എന്തിനാണ് പഠിക്കണത്? വീടിന്റെ ഉള്ളിൽ ഇരിക്കാനാണോ? വീടിന്റെ ഉള്ളിൽ ഇരിക്കാനല്ലല്ലോ അവരിതൊന്നും പഠിക്കണത്. അവരും പണിക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടുള്ള ഗുണം അതിന്റെ പാർട്ട്ണർക്ക് തന്നെയല്ലേ. അതുകൊണ്ട് എന്താ നഷ്ടമുള്ളത്? അവരുടെ ജീവിതം നല്ല സേഫ് ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊരാളും വാശി പിടിക്കണ്ട. ഞാൻ എൻ്റെ മോന് കല്യാണം കഴിച്ചു വന്ന പെണ്ണ് അടുക്കളപ്പണി ചെയ്യാനാണ് എന്നുള്ള ധാരണയിൽ നിങ്ങളൊരാളും ഇരിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നല്ല സ്നേഹത്തോടു കൂടെ പോവാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റിൽ പറയണം. തീർച്ചയായിട്ടും എല്ലാവരും അറിയിക്കുക. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.